നമുക്ക് നോക്കാല്ലേ? അത്രയ്ക്ക് വേണോ സഖാവേ? കൂടിപ്പോയില്ലേ? ഇപ്പൊ ഈ കാണുന്ന കോലാഹലങ്ങൾ കണ്ടിട്ട് പലപ്പോഴും ഞാൻ വീട്ടിലിരുന്ന് ചിരിക്കാറ്. SFIയെ സംബന്ധിച്ചും SFIയുടെ സമരചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ല. അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട്. ഇതേതായി ഒരേ ഒരു വേഷം? ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരു ഗവർണറെ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇതൊക്കെ ഇവരുടെ കാറ്റഗറി എന്താണെന്നുള്ളത് പോലും അറിയാത്തൊരു രാഷ്ട്രീയമായിട്ടാണ് ഇത് മാറുന്നത്. SFI എന്നും പറഞ്ഞിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഈ കോപ്രായം കാണിപ്പിക്കുന്ന സമയത്ത് ഇവർ ഈ ഗ്രൂപ്പിന്റെ ഓളത്തിൽ തങ്ങിച്ച് വലം നോക്കാതെ ചെയ്തിരിക്കും. വലിയ കുഴപ്പം തുടങ്ങുക. ആ 10-15 കുട്ടികളെ അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ട് ഇട്ടപ്പം ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അപ്പോഴാണല്ലോ ഇതിനകത്ത് എന്താണ് ഇതിന്റെ സീരിയസ്നെസ് എന്ന് മനസ്സിലായത്. അപ്പോഴാണ് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയും. ജനാധിപത്യത്തിനെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കും, അല്ല ഗുണ്ടായസം അല്ല ഇവിടെ നടത്തണം. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ. ഞങ്ങൾക്കെന്ത് CRPF, ഞങ്ങൾക്കെന്ത് പട്ടാളം എന്നൊക്കെ പറയും. വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. മക്കളെ അതായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല എന്താണ് വരാൻ പോകുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം വേറൊന്നും കൂടെ പറയാം, മക്കളെ അവർക്ക് മലയാളം അറിയില്ല. നിങ്ങൾ മലയാളത്തിൽ എന്തെങ്കിലും മാപ്പി ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. അപ്പൊ അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുൾ. അത്ര എനിക്ക് പറയാം. എനിക്ക് കുട്ടികളെ കാണുമ്പോൾ സാധാരണ തോന്നുന്നു കേട്ടോ. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. അപ്പൊ നമുക്ക് നോക്കാല്ലേ? അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവീത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്. അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും. ഇതും കൂടെ നോക്കിട്ട് പോയാ മതി. 2 കൊല്ലം പണം. എടാ മഹാഭാവിയുടെ ഇതിനകത്ത് എപ്പോ വന്ന് കേറിയിടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്ന് തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. ആർഷോ അറിഞ്ഞില്ലേ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ VCയെ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത്? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. അന്ന് SFI അറിഞ്ഞില്ലേ ഈ വിഷയം? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അന്ന് ആർഷോ എവിടെയായിരുന്നു? SFI എവിടെയായിരുന്നു? നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടായില്ലേ? അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ RSS ഏജന്റ് ആണെന്ന്? അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിന്നെ ഞാൻ കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാൻ അല്ലടോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. അതെന്താ അങ്ങനെ? നീയൊക്കെ അല്ലേ എന്റെ കൂട്ടത്തിലുള്ളത്. കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാർ ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ല. ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പ്. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയും. അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്റെ റോഡ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എവിടെ ചെക്ക് ചെയ്യണം, മെഷർ ചെയ്യണോ എന്നുള്ളത് ഞങ്ങളാ തീരുമാനിക്കണം. ഒരു വലിയ കുഴി കുഴിച്ച് എന്നെ കൂടെ അതിനകത്തിട്ട് മൂട്. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എന്നെ ഈ നാട് നന്നായി പോയനെ. കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്താ ഉണ്ടായെന്ന് പറവേല ഇതാ പറയാവേ. ഇതൊരു പ്രത്യേകതരം റോഡാണ്. അതായത് വേണമെങ്കിൽ ഈ റോഡ് നമുക്ക് ചുരുട്ടി മടക്കി വീട്ടിലേക്ക് വെക്കാം. ലോകത്തിൽ എട്ടാമത്തെ അത്ഭുതമാണല്ലോ. സമയമാകുമ്പോൾ എടുത്ത് വിരിക്കാം, വീണ്ടും വണ്ടി ഓടിക്കാം. അങ്ങനെ വളരെയധികം പ്രത്യേകമുള്ള റോഡാണ്. ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല. അതൊക്കെ ഫ്രീയാ. ബൈക്കിന്റെ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴി രൂപപ്പെട്ട് ബൈക്ക് മറിയാതെ അത്ര ഫിറ്റ് ആയിട്ട് ഉറച്ചിരിക്കും. ഭയങ്കരം അങ്ങനത്തെ റോഡാണ്. അല്ല, സീരിയസ് ആയിട്ടാ. കൂടുതൽ എന്നെ നാറ്റിക്കാൻ. വർഷങ്ങളായി കാത്തിരുന്ന ഒരു റോഡാണ് നമുക്കിപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ വാർഡിലും വെമ്പായം പഞ്ചായത്ത് എല്ലാം കൂടി നമുക്ക് ചെയ്തു തന്നു. മക്കളാണോ മരുമക്കളാണോ എന്ന് ഞാൻ നോക്കൂല. നാറി തുടങ്ങിയാൽ സകലതും പഠിച്ചു കൊടുത്ത. അതും 2 കോടി രൂപ അനുവദിച്ച് റോഡ് ടാർ ചെയ്തിട്ട് വെറും ഒരാഴ്ചക്കുള്ളിൽ ഇളവിപ്പോയി. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ഞെട്ടലും വിഷമമൊന്നും ഇല്ലല്ലോ അളിയാ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഇപ്പൊ 2 മഴ പെയ്താൽ പോലും പൊടിഞ്ഞു പോണ രീതിക്കാണ് റബ്ബർ ടാറിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് മുനിസിപ്പാലിറ്റിയുടെ സകല പണി. എന്തൊരു ഗതികേടാണ്. ചാറ്റമഴ പെയ്താൽ തോടായി മാറുന്ന റോഡുകളാണെന്നും ഈ ദ്രോഹം ഒരിക്കലും സമ്മതിക്കാൻ ഒക്കില്ല. പൊടി പുരണ്ടാലോ ചളി പുരണ്ടാലോ
നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിക്കളയാം. ക്ഷമിക്കണം, ഞാൻ എന്റെ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മഴ സമയങ്ങൾ വരുമ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഇതേപോലെ സെറ്റോടെ ഇളക്കി മാറ്റി വയ്ക്കാം. മനുഷ്യനായ നാണം വേണി ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിങ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്ത് പറ്റി? പച്ചവെള്ളം ഞങ്ങളുടെ കിണറ്റിലും വേണ്ടോളം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ജാപ്പനീസ് ടെക്നോളജി എന്നുള്ള രീതിക്കാണ് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നാട്ടിൽ പറയപ്പെടുന്നത്. കുമാര, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് നോക്കാല്ലേ? തന്നെ ഒരാൾ അന്വേഷിച്ചു. എന്നെയോ? കണ്ടാൽ ആളെങ്ങനെയാ? മെലിഞ്ഞിട്ട് താടിയൊക്കെ വെച്ചിട്ട്. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടോടെ? അടി ഒരിഞ്ഞടി എവിടെ? ഇവിടെ. സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തലതെറിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. SFI മുഴുവൻ പ്രശ്നമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ അതാണ് കാര്യം അല്ലേ? അതിനെ പ്രതിരോധിക്കേണ്ടുന്ന ഉത്തരവാദിത്വം സ്വാഭാവികമായി SFI സംസ്ഥാന സെക്രട്ടറി. പോവാത്ത പ്രതിരോധം തീർച്ചയായിട്ടും. നാണമില്ലല്ലോടെ മൂത്ത് അടിച്ചിട്ട് പിള്ളേരുമായിട്ട് കുസ്തി പിടിക്കാൻ. ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിയേക്കാം. അല്ല, എന്തുകൊണ്ടാണ് ക്രമക്കേടിന്റെ ഒരു ഭൂതകാലം അവിടെ തന്നെ ഉണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വിദ്യ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് MPhilന് ആ കോളേജിലേക്ക് വരുന്നത് സംവരണ അട്ടിമറി നടത്തിക്കൊണ്ടാണ്. അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. സംവരണ അട്ടിമറി നടത്തിക്കൊണ്ടാണ്. MPhilന് ഇത്ര ഒരു അലവലാതി പരിപാടി ഈ ലോകം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ശ്രീ PM മാർഷോ, ഇവിടെ സഖാവ് C ഭാസ്കരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ CP അബൂബക്കറിന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, പാർട്ടിയിൽ ശക്തം ഉണ്ടായിരുന്നെങ്കിൽ, ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ മണ്ട അടിച്ചു പൊളിക്കില്ലായിരുന്നു. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, നിങ്ങൾ ഈ പറയുന്ന വിഷയം SFI പണ്ടെങ്ങോ SFIയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഹാഷ്മി ഒരു കാലത്ത് SFIയുടെ പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്താണ് അതിന്റെ ഉദ്ദേശം? ഞാൻ പറയട്ടെ, ഇപ്പം ഒരു മുൻ SFI പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിഖിൽ തോമസിന്റെ കാര്യത്തിൽ PM മാർഷോ ഒന്ന് ഉരുകുന്ന കാണുമ്പോൾ എത്ര SFIക്കാർ ഒന്ന് ഉരുകിയിട്ടുണ്ടെന്ന് അറിയാവോ? മോശമായി പോയി, വളരെ മോശമായി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ നമുക്ക് നോക്കാല്ലേ? ടിവിയുടെ ഓളി ഒന്ന് കൂട്ടുകാരാ, വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. എന്നോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല. കുറെ ചോദ്യങ്ങൾ. താങ്കളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ താൽക്കാലികമാണോ? താൽക്കാലികം. എനിക്ക് ഒരു ശാശ്വതമായി ആരോടും പണക്കമില്ല, ദൈവസാക്ഷിയാണ്. എന്നെ ഒന്ന് നുള്ളിക്കേന്ന്. എന്തിനാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാൻ. എന്ന് പറഞ്ഞ രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണോ? അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? രാഷ്ട്രീയമായി ഉറച്ച നിലപാടുണ്ടിരിക്കും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ 98 ലക്ഷം രൂപ കൊടുത്ത റോഡ് ടാർ ചെയ്തു. ഭയങ്കരം തന്നെ. അവിടെ വോട്ട് പിടിക്കാൻ ഞാൻ ചെന്നപ്പം ഞാൻ പാർട്ടിയുടെ പേര് വെച്ചൊക്കെ പറഞ്ഞേക്കാം, പേരിക്കേണ്ട കാര്യമൊന്നുമില്ല. SDP-ക്കാരെന്ന് പറഞ്ഞ് ഒരു 10 പണം നീക്കി എന്നെ തടയാൻ കൂവുക. ഞാൻ വേണം, നിന്റെ വോട്ട് വേണ്ട, കൂവുന്നോണ്ട് വോട്ട് വേണ്ട. Don't play boys. Don't play boys. അലമുണ്ടാക്കലടാ. ആ വിയോജിച്ച് കൂവുന്നവരുടെ അതേ ഭാഷയിൽ കാലോട്ട് പിടിക്കാം. ഇങ്ങനെയുള്ള ആളാണെന്ന് ആരാധകർ അറിഞ്ഞ ഒരു തേങ്ങയിലടോ. എടോ, താനടക്കമുള്ള എന്റെ എല്ലാ ആരാധകന്മാരും വെറും കിഴങ്ങന്മാരും. അതിന് മുമ്പ് താങ്കളുടെ നിലപാടുകൾ മാറിയില്ല. അത് പിന്നെ ഇവിടെ അങ്ങനെ അറിഞ്ഞു. മാറി എന്താന്ന് അത് പറയാം. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ. ഇനി എന്തിനാ നീ സത്യം ഒന്ന് പറയുവോ? പറയും. ശബരിമല സീസൺ, ശബരിമലയ്ക്ക് പെണ്ണിനെ കൊണ്ടുപോകണം പിണറായി വിജയൻ ചാടി. ഇത്ര പെട്ടെന്നൊരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകും. 2 ദിവസം സമയം ഞാൻ തരും. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒത്തിരി രാഷ്ട്രീയക്കാരൊന്നും എല്ലാവരും വന്ന് എനിക്ക് കൈ തന്നേച്ച് പോയി പത്തനംതിട്ട സത്യാഗ്രഹിക്കും. എന്ത് വർത്താനീ പറയണേ? പത്തനംതിട്ട സത്യാഗ്രഹിക്കുന്ന പെണ്ണ് ഇവിടെ കയറാതിരിക്കും. സുരേന്ദ്രൻ വന്ന് ചേട്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ചേട്ടൻ കെട്ടിപ്പിടുത്തത്തിൽ അങ്ങ് BJP ആയോ? പറയട്ടെ, പറയാൻ സമ്മതിക്കല്ലോ. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. O രാജഗോപാലും താങ്കളും കറുപ്പും കറുപ്പും ഒരു ബ്ലോക്ക് ആവുന്നതും വ്യത്യാസമുണ്ട്. PC ഒരു വ്യത്യാസമില്ല. എന്ത് വ്യത്യാസമില്ല? അതാണ് മാന്യത. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാൻ. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ ആരോപണത്തിൽ CMRL ഓഫീസിൽ ഇന്നും SFIOയുടെ പരിശോധന നടക്കുന്നു. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. പാവം പേടിച്ചിരിക്കുക. ഈ കാർത്തിയാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ നല്ല ഇടി
ഇവൻ നമ്മുടെ വരുവൻ തന്നെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി വേട്ടയാണെന്ന് പറഞ്ഞിട്ട് എത്ര കാലം? കണ്ടകശനി കൊണ്ടേ പോകുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം SIO വന്നിരിക്കുക, SFIO വന്നിരിക്കുക. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരു മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. ആ മിടുക്കിയായ പെൺകുട്ടി പഠിച്ചു. അർത്ഥത്തിലാ ഇവന്റെ വക്കാലത്ത് പിടിച്ച് പറയുന്നത്. അതെ, എനിക്കറിയണം. പിണറായി വിജയന്റെ മോള് പഠിക്കാതെ നടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചു? ഒരു ഭയമില്ല. കാരണം എന്താണെന്നറിയോ? ഇതിലാകെ വരാൻ പോകുന്നത് 1.72 കോടിയുടെ അടുവ്, 1,72,00,000. എന്താ പറഞ്ഞു കേട്ടില്ല? 1,05,00,000 രൂപയെ ഞാൻ പ്രമാണത്തിൽ എഴുതിച്ചുള്ളൂ. ബാക്കി മുഴുവനും ബ്ലാക്കാ. ബ്ലാക്കിലും കൊടുത്തു. അതിന് ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ GSTയും കൊടുത്തിട്ടുണ്ട്. ഭയങ്കരം. ആകെയുള്ള പ്രശ്നം എന്താ? മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. കാര്യങ്ങൾ ആ ഒരു സത്യം തുറന്നു പറയാൻ പോവാ. എന്ത് സത്യം? വാങ്ങിയ സർവീസിനനുസരിച്ചിട്ടല്ല കാശ് വാങ്ങിയെന്നാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഒന്നാമത് എനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ചോദിക്കും. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തി. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.